പ്രിയ കൂട്ടുകാരെ, യോനാപ്പച്ചൻ്റെയും തിമിംഗലത്തിൻ്റെയും കഥയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദൈവം പറഞ്ഞതനുസരിക്കാതിരുന്ന യോനാപ്പച്ചൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ദൈവം യോനാ പ്രവാചകനോട് നിനിവയിലേക്ക് പോകുവാൻ പറഞ്ഞു. എന്നാൽ അവിടുത്തെ ജനം ദുഷ്ടന്മാരായിരുന്നതിനാൽ ദൈവം പറഞ്ഞത് കേൾക്കാതെ യോനാ പ്രവാചകൻ തർസീസിലേക്ക് കപ്പൽ കയറി. ഇത് കണ്ട് കോപിച്ച ദൈവം ഭയങ്കര ഒരു കൊടുങ്കാറ്റടുപ്പിച്ചു. കടൽ ശോഭിച്ചു, കപ്പൽ ഇളകി മറിഞ്ഞു. കപ്പൽ തകരുമെന്ന അവസ്ഥയായപ്പോൾ അതിലുണ്ടായിരുന്നവർ ആകെ പേടിച്ച് അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യോനായോടുള്ള ദൈവത്തിൻ്റെ കോപമാണ് ഈ പ്രശ്നത്തിനെന്ന് മനസ്സിലാക്കിയ അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ കടലിൽ വീണ യോനാനെ വിഴുങ്ങാൻ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. 3 രാത്രിയും 3 പകലും യോന ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. അവിടെ കിടന്ന യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. യോനായുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. അപ്പോൾ മത്സ്യം യോനാനെ കരയിലേക്ക് ശബ്ദിച്ചിട്ടു. അങ്ങനെ രക്ഷപ്പെട്ട യോന കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് നിനവയിലേക്ക് യാത്രയായി. കൂട്ടുകാരെ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നപ്പോൾ സംഭവിച്ചത് കണ്ടില്ലേ? ഇതുപോലെ നാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്തവരാകാതെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ദൈവം നമുക്ക് ധാരാളം കൃപകളും നന്മകളും തരും കേട്ടോ. നിങ്ങളെ എല്ലാവരെയും ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ.